ജീവന്റെ ഭൗതിക മേഖലകളിൽ ഗായത്രി മന്ത്രത്തിന്റെ അമാനുഷിക സ്വാധീനത്തിന്റെ രഹസ്യം അതിന്റെ സവിശേഷമായ അക്ഷരങ്ങളുടെ വിന്യാസമാണ്. ബീജശബ്ദങ്ങൾ, ശബ്ദ ബ്രഹ്മ നാദ ബ്രഹ്മത്തിന്റെ കേവല ശാസ്ത്രത്തിന്റെ നിഗൂഢമായ ആഴത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ഈ മന്ത്രത്തിന്റെ ചാക്രിക ഉച്ചാരണം സൂക്ഷ്മ ശരീരത്തിലെ ബോധാതീതമായ ശക്തി കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഗായത്രി മന്ത്രത്തിന്റെ 24 പ്രത്യേക അക്ഷരങ്ങൾ തുടർച്ചയായി ഉച്ചരിക്കുന്നതിലൂടെ നാവ്, ചുണ്ടുകൾ, വോക്കൽ കോഡ്, അണ്ണാക്ക്, തലച്ചോറിലെ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലുണ്ടാകുന്ന സമ്മർദ്ദം സൂക്ഷ്മ ശരീരത്തിലെ നാഡികളെ സ്പന്ദിക്കുന്നു. ഇങ്ങനെ പ്രചോദിപ്പിക്കപ്പെടുന്ന സംഗീത പ്രവാഹം ശരീരത്തിലെ ഇന്ദ്രിയാതീതമായ ശക്തികേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങുന്നു. അനന്തമായ മണ്ഡലങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഗായത്രി ശക്തിയുടെ സുപ്രധാന പ്രവാഹങ്ങളെ ആകർഷിക്കുന്ന സാധനയിൽ ഒരു മഹത്തായ കാന്തിക പ്രഹസനം ഉണർത്തുന്നു. ഇതിലൂടെ ആത്മനിഷ്ഠനായ സാധകനിൽ ദൈവികമായ ഒരു ആകർഷണശക്തി ഉണർന്നു വരികയും അതിലൂടെ വിശ്വത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഗായത്രി ശക്തിയുടെ ജാഗ്രതയെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്നതുപോലെ ഗായത്രി ശക്തിയുടെ ദൈവിക തരംഗങ്ങളും ഈ ബ്രഹ്മാണ്ഡത്തിൽ സജീവമാണ്. ഗായത്രി മന്ത്രത്തിന്റെ നിരന്തര ജപം സാധകന്റെ മനസ്സിനെ ഈ സൂക്ഷ്മശക്തികളുടെ സ്പന്ദനങ്ങളോട് ഏകീകരിക്കുകയും അതിലൂടെ ആത്മീയമായ സാന്നിധ്യത്തോടൊപ്പം അവനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏകാഗ്രമായ തപസ്സിലൂടെ മഹായോഗികൾ ഏറെ കാലം ചെലവഴിച്ചു നേടുന്ന അന്തസിദ്ധി ഗായത്രി മന്ത്രജപം വഴി സ്വാഭാവികമായും ലളിതമായും നേടാവുന്നതാണ്. ഭക്തന്റെ മനസ്സിന്റെയും അന്തർമനസ്സിന്റെയും ശുദ്ധി ആത്മശുദ്ധിക്കായുള്ള സമർപ്പിത സാധനകളുടെ ഫലമായി ഒരു സാക്ഷാത്കാര ശക്തിയെ ഉണർത്തുന്നു. ഈ അന്തരംഗശക്തി ഗായത്രി മന്ത്രത്തിന്റെ ശബ്ദശക്തിയുമായി ചേർന്നാൽ ഗായത്രി ശക്തിയുടെ ദിവ്യപ്രഭാവം ഉദ്ഭവിച്ച് സാധകന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കുന്നു. ശ്രദ്ധയും വിശ്വാസവും സാധകന്റെ മന്ത്രശക്തിയെ ശക്തിപ്പെടുത്തി ഇതിന്റെ ദൈവിക പ്രഭാവം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നു. ശ്രദ്ധയും വിശ്വാസവും മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതകരമായ മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്നു. ഒരു ആത്മീയാന്വേഷകന്റെ വിജയത്തിന് ശ്രദ്ധയും വിശ്വാസവും നിർണായകമാണ്. ഗായത്രി മന്ത്രം ആഴത്തിലുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിക്കുമ്പോൾ സാധകന്റെ പവിത്രബോധം ശബ്ദശക്തിയുടെ അനന്തതയുമായി ബന്ധിപ്പിച്ച് അത്യുച്ചമായ ആത്മീയ അനുഭവങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നു. ഗായത്രി ശക്തി 3 ദിവ്യശക്തികളിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവിക ബുദ്ധി, ദൈവിക ഐശ്വര്യം, ദൈവിക ശക്തി എന്നിവയാണ് ആ 3 ശക്തികൾ. ഗായത്രി സാധന കൊണ്ടുവരുന്ന അതിശയകരമായ മാറ്റങ്ങൾ ആദ്യം അന്തരാത്മാവിൽ അനുഭവപ്പെടുന്നു. അതിലൂടെ ആത്മീയ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുന്നു. ഈ പരിവർത്തനം സാധകന്റെ മനസ്സിനെ, ചിന്തകളെയും വികാരങ്ങളെയും ധാർമ്മികമായ മാർഗത്തിലേക്ക് അഭിമുഖപ്പെടുത്തുന്നു. മാനസിക ദുർബലതകൾ അപ്രത്യക്ഷമാകുന്നതിനൊപ്പം ആന്തരിക ശക്തിയും സദ്ഗുണങ്ങളും വർദ്ധിച്ചുവരുന്നു. ഇതുവഴി സാധകൻ ഉദാത്ത വ്യക്തിത്വത്തോടും ഉന്നത പ്രതിഭകളോടും അനുഗ്രഹിക്കപ്പെടുന്നു. അവന്റെ ജീവിതം കൂടുതൽ സന്തോഷകരവും വിജയകരവും സമാധാനപരവുമാകുന്നു. അതോടൊപ്പം ഭൗതികവും ആത്മീയവുമായ മുന്നേറ്റത്തിന് ആധാരമാകുന്നു. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും സ്വാഗതാർഹമായ മാറ്റത്തിന് പ്രചോദനം നൽകുന്ന ഒരു പോസിറ്റീവ് മനോഭാവവും മാനസിക പ്രവണതകളുടെ മികവിനൊപ്പം ഉണ്ടാകും. ഈ ആരോഗ്യകരമായ വികാസത്തോടെ ഇന്ദ്രിയങ്ങളുടെ ചടുലമായ അഭിനിവേശങ്ങളിലുള്ള മനസ്സിന്റെ അലച്ചിൽ കുറയാൻ തുടങ്ങുന്നു. ക്രമരഹിതവും അമിതവുമായ ഭക്ഷണശീലങ്ങൾ നിയന്ത്രണത്തിലാകും. ജഡിക മോഹങ്ങളുടെ ആകർഷണവും ഉത്തേജനവും കുറയുകയും ജീവശക്തിയുടെ സംരക്ഷണത്തിന് പവിത്രതയുടെ പ്രാധാന്യം ക്രമേണ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നാവിന്റെയും ലൈംഗികാവയവങ്ങളുടെയും ആഗ്രഹങ്ങളും ആവേശവുമാണ് ആത്മനിയന്ത്രണത്തിനും പരിഷ്കരണത്തിനും പ്രധാന തടസ്സങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഗായത്രി സാധനയുടെ മാനസിക സ്വാധീനം മൂലം ഇവയെ അച്ചടക്കം ചെയ്യുന്നത് എളുപ്പമാവുകയും അതുവഴി ആരോഗ്യത്തിലേക്കും ഊർജ്ജസ്വലതയിലേക്കുമുള്ള പാത കുറയുകയും ചെയ്യുന്നു. മനസ്സിന്റെ ചാഞ്ചാട്ടം കുറയുകയും ദൈനംദിന ജോലികൾ ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശുചിത്വം, ക്രമം, കഠിനാധ്വാനം എന്നിവ അശ്രദ്ധയുടെയും അലസതയുടെയും സ്ഥാനം ഏറ്റെടുക്കുന്നു. ഇത് പുരോഗതിയെ ത്വരിതപ്പെടുത്തുകയും ജോലിയിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്രോധം, അക്ഷമ, അസൂയ, ഉത്കണ്ഠ, ആസക്തി എന്നിവയുടെ അനാരോഗ്യകരമായ സഹജാവബോധങ്ങളെ സ്വാഭാവികമായും നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്വയം അച്ചടക്കം, സഹിഷ്ണുത, ധൈര്യം, എളിമ, സംതൃപ്തി, ഔദാര്യം മുതലായവ അനുബന്ധ അനുപാതത്തിൽ വളരുന്നു. മാനസിക മണ്ഡലത്തിന്റെ ഈ ആന്തരിക പുനഃക്രമീകരണം സാധകനെ മിഥ്യാധാരണകളുടെയും കളങ്കങ്ങളുടെയും ആശങ്കകളുടെയും പുകമഞ്ഞിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ അവന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും സങ്കീർണതകളും അധിക പരിശ്രമമില്ലാതെ പരിഹരിക്കപ്പെടുന്നു. വിനയം, കൃത്യനിഷ്ഠ, ആത്മാർത്ഥത, സമഗ്രത, ഔദാര്യം, സേവനം തുടങ്ങിയ പെരുമാറ്റ ഗുണങ്ങൾ മറ്റുള്ളവരുമായുള്ള സഹകരണപരമായ ഇടപെടലുകളും അദ്ദേഹത്തിന് നൽകുന്നു. ആളുകൾ പലപ്പോഴും അത്തരമൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു.
തത്ഫലമായി ജീവിതത്തിൽ ഉദാരമനസ്കത, സൗഹൃദം, കൃതജ്ഞത, ഫലപ്രദമായ സഹകരണം എന്നിവയുടെ വികാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സംതൃപ്തിയുടെയും ശാന്തമായ സ്നേഹത്തിന്റെയും ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും അത് ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു.